ശ്രീ ആർ വി ബാബു, SITക്ക് ക്ലീൻ ചിറ്റ് ലഭിച്ചിട്ടുണ്ട് എന്നാണല്ലോ ഇപ്പോൾ ശ്രീ എം ജയചന്ദ്രൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അന്വേഷണം സത്യസന്ധമായി പോവുകയാണ്. ഇനി അഥവാ CPM നേതാക്കൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു, അതുമായി തുടരാം എന്നുള്ളൊരു വാദഗതി കൂടി നേരത്തെ അവർ ആവർത്തിച്ചത് തന്നെയാണ്, അതും ഉയർത്തുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ ചോദ്യം എന്ന് പറയുന്നത് എനിക്കൊന്നും അറിയില്ലേ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ എന്ന് കടകംപള്ളി ആദ്യം ആവർത്തിച്ചിരുന്നിടത്ത് നിന്ന് പിന്നീട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. CPM നേതാക്കളൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ ഇതുവരെയുള്ള ഭരണ സംവിധാനം തയ്യാറായിട്ടില്ല, പാർട്ടി നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുമാത്രമല്ല, നമുക്കറിയാം SIT ഇങ്ങനെ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തുടക്കം മുതലേയുള്ള വിമർശനമാണ്. അത് ഹൈക്കോടതി പല തവണ അതിരൂക്ഷമായി ചോദ്യം ചോദിച്ചതുമാണ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഈ ക്ലീൻ ചിറ്റും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യഥാർത്ഥ അന്വേഷണം ഇതാ ശരിയായ ദിശയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാദഗതിയോട് താങ്കൾ എങ്ങനെയാണ് യോജിക്കുന്നത്? അന്വേഷണം ഒതുക്കി തീർക്കുമോ എന്നുള്ളതിൽ കൃത്യമായ ഒരു നിലപാട് ആർ വി ബാബു പറഞ്ഞില്ല എന്നുള്ള ഒരു വിമർശനത്തെയും താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ തുടക്കം മുതൽ തന്നെ ശ്രീ ജയേന്ദ്രൻ സാറ് അദ്ദേഹം ഒന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് മുഴുവൻ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ കേട്ടത് ആയിട്ട് അദ്ദേഹം നടിക്കുന്നില്ല. ഞാൻ തുടക്കം മുതൽ എന്താ പറയുന്നത്, SIT അന്വേഷണത്തിന്റെ പല ഘട്ടങ്ങളിലേക്കും പോകുന്നില്ല. തന്ത്രിയുടെ അറസ്റ്റോടുകൂടി അന്വേഷണം നിലച്ച മട്ടാണ്. പലരെയും ചോദ്യം ചെയ്യുന്നില്ല. പല ആളുകളും അന്വേഷണത്തിലേക്കും SIT പോകാതെ SIT ഈ കേസ് അന്വേഷണം ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നു എന്ന് കൃത്യമായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് എന്തുകൊണ്ടാണ് ജയേന്ദ്രൻ സാറിന് മനസ്സിലാവാതിരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ജയേന്ദ്രൻ സാർ ഇപ്പൊ പറയുന്നത് എന്താണ്, ഹൈക്കോടതിയുടെ ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ്. ജയേന്ദ്രൻ സാറേ, ഹൈക്കോടതിയുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അതിന് ഹൈക്കോടതിക്ക് അടക്കം നിങ്ങൾക്കടക്കം മറുപടി ഉണ്ടോ? ഹൈക്കോടതി മറുപടി പറയട്ടെ. ഈ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോ തൊണ്ടി മുതൽ കണ്ടെത്താത്തതിനെ സംബന്ധിച്ച് ഹൈക്കോടതിക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഹൈക്കോടതി അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? തൊണ്ടി മുതലില്ലാത്തൊരു കേസിലാണ് കവർച്ച കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജയിലടച്ചിരിക്കുന്നത്. തൊണ്ടി മുതലില്ല. 4.5 കിലോ സ്വർണം നഷ്ടപ്പെട്ടു എന്നോ 5 കിലോ സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള തൊണ്ടി മുതലില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ ജയേന്ദ്രൻ സാർ, ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾക്കെതിരെ കുറ്റപത്രം കൊടുക്കണം. ഈ കുറ്റപത്രം കൊടുക്കുന്നതിന് 9 പേര് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. ഈ SITക്ക് ഇവർക്കെതിരെ കുറ്റപത്രം കൊടുക്കണം എന്ന് വല്ല ഉദ്ദേശമുണ്ടോ? ഉണ്ടെങ്കിൽ സർക്കാരിനോട് അനുവാദം ചോദിക്കണ്ടേ? സർക്കാരിനോട് അനുവാദം ചോദിച്ചുകൊണ്ടുള്ള ഒരു ലെറ്റർ ഇതുവരെ കൊടുത്തിട്ടില്ലല്ലോ SIT. എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? അപ്പൊ ഇവര് കുറ്റപത്രം കൊടുക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യുന്നില്ല. കൊടുക്കുന്നതിന് അനുവാദം കിട്ടണമെങ്കിൽ തന്നെ 10-15 ദിവസമോ അല്ലെങ്കിൽ 1 മാസക്കാലം പിടിക്കും. കുറ്റപത്രം കൊടുക്കുന്നതിന്റെ ആപ്ലിക്കേഷൻ കൊടുത്ത് അതിന്റെ പ്രൊസീജിയർ പൂർത്തിയാക്കി വരുമ്പോഴേക്കും 1 മാസം പിടിക്കും. എന്ന് വെച്ചാൽ ഇവരാരും വിചാരണ തീരും വരെ ജയിലിൽ കിടക്കണം എന്ന അഭിപ്രായം SITക്ക് ഇല്ല എന്നല്ല അതിനർത്ഥം. SITക്ക് അങ്ങനെ ഒരു താല്പര്യമേ ഇല്ല. ഇപ്പോ ശ്രീകുമാർ ജാമ്യം കിട്ടി പുറത്തു വന്നു. ശ്രീകുമാർ ജാമ്യം കിട്ടി പുറത്തു വന്നത് കോടതി എന്താ പറഞ്ഞത്? ശ്രീകുമാറിന് അതിനൊരു തെളിവില്ല എന്നാണ്. മുരാരി ബാബുവിനൊരു തെളിവുണ്ട്, അല്ലെങ്കിൽ സുധീഷ് കുമാറിനെതിരെ തെളിവുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ തെളിവുണ്ട്. അവരെല്ലാം സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തു വന്നു. എന്നാൽ ശ്രീകുമാർ പുറത്തു വന്നത് അയാൾക്കെതിരെ തെളിവില്ല. അപ്പൊ തെളിവുണ്ട്. ആർക്കെതിരെ? ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ തെളിവുണ്ട്, ഈ പറയുന്ന സുധീഷ് കുമാറിനെതിരെ തെളിവുണ്ട്, മുരാരി ബാബുവിനെതിരെ തെളിവുണ്ട്. എന്തുകൊണ്ട് കുറ്റപത്രം കൊടുത്തില്ല? അതിന് SITക്ക് മറുപടി ഉണ്ടോ? അപ്പോ ഈ കുറ്റപത്രം കൊടുക്കുന്നതിൽ ഇപ്പൊ കുറ്റപത്രം കൊടുത്തില്ല, അതുകൊണ്ട് ഇവര് സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തു വന്നു, അതുകൊണ്ട് ഇവരെല്ലാം കുറ്റക്കാരല്ല എന്ന് തെളിയുമെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. നിയമത്തെക്കുറിച്ച് എനിക്ക് സാമാന്യ ജ്ഞാനമൊക്കെ ഉണ്ട്. ഇവര് പുറത്തു വന്നു അതുകൊണ്ട് ശിക്ഷിക്കപ്പെടില്ല എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ വിചാരണ തീരും വരെ, അതുകൊണ്ടാണല്ലോ കുറ്റപത്രം കൊടുക്കണം എന്ന് പറയുന്നത്, വിചാരണ തീരും വരെ എങ്കിലും ഇവർക്ക് ജയിലിൽ കിടക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുമായിരുന്നു. അവര് അത്രയും രൂക്ഷമായ വളരെ ഗൗരവമായ ഒരു കേസാണിത്. കോടാനുകൂടി വരുന്ന ഭക്തന്മാരെ വഞ്ചിച്ച കേസാണ്. ഒരു കൊടും കൊള്ള കേസ്, ശബരിമല സന്നിധാനം വിധേയമാക്കിയ കേസാണ്. അപ്പോ ഇതിനകത്ത് SIT കാണിച്ച ലാപ്സസ്, ആ ലാപ്സസിനെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് ഹൈക്കോടതിയുടെ ക്ലീൻ ചിറ്റ് ഉണ്ടെങ്കിൽ അതേ ഹൈക്കോടതിയുടെ മറ്റൊരു ബെഞ്ച് രൂക്ഷമായ വിമർശനം നടത്തിയത് നമ്മുടെ മുമ്പിലില്ലേ? അപ്പൊ ഇതെല്ലാം ഉണ്ട്. ഞാൻ ഹൈക്കോടതി ഇനി ഞാൻ പറയാം, ഹൈക്കോടതിയുടെ ആ തുടക്കം മുതലുള്ള നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഹൈക്കോടതി CBI അന്വേഷണത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ജയേന്ദ്രൻ സാർ പറഞ്ഞത് ഒരു ഫാക്ച്വൽ എററാണ്. ഹൈക്കോടതിയുടെ തീരുമാനം എടുത്തിട്ടില്ല, CBI അന്വേഷണം വേണ്ട എന്നുള്ള തീരുമാനം എടുത്തിട്ടില്ല. ആ കേസ് പോസ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഓറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വെർബൽ കുറെ കമന്റ്സ് ഹൈക്കോടതി പറഞ്ഞു എന്നല്ലാതെ ഒരു ജഡ്ജ്മെന്റും CBI അന്വേഷണത്തെ കുറിച്ച് വന്നിട്ടില്ല. വരുമായിരിക്കാം, ഹൈക്കോടതിയുടെ മനസ്സതായിരിക്കാം, ഞാൻ അതിനെ കുറിച്ച് തർക്കിക്കുന്നില്ല. പക്ഷേ ഹൈക്കോടതി CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഹൈക്കോടതിയുടെ തീരുമാനമാണ് ശരിയെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ലെന്നേ. അതിന്റെ കാരണം എന്താണ്? ഇപ്പൊ ഞാൻ മാറാട് കേസിന്റെ ഉദാഹരണം പറയാം. മാറാട് കേസിൽ ഹൈക്കോടതിയുടെ നിഗമനം എന്തായിരുന്നു? തുടക്കം മുതൽ CBI അന്വേഷണം വേണ്ടെന്നായിരുന്നു. എന്താ കാരണം?
അന്ന് IG ആയിരുന്ന മഹേഷ് കുമാർ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായി മാറാട് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ എണ്ണമാണ്. അത് വിശ്വസിച്ച് കോടതി CBI അന്വേഷണം വേണ്ടെന്ന് തീരുമാനിച്ചു. 2006 തീരുമാനിച്ചു, 2009 തീരുമാനിച്ചു. അതേ ഹൈക്കോടതി 2013 CBI അന്വേഷണം മാറ്റം മാറാൻ കാരണം ഹൈക്കോടതി 2013 CBI അന്വേഷണം വേണമെന്ന് ഉത്തരവിട്ടു ഹൈക്കോടതി. അപ്പൊ ഹൈക്കോടതി അന്ന് മാറിയില്ലോ. അപ്പൊ ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇപ്പോ CBI അന്വേഷണം വേണ്ട എന്നുള്ള നിലപാടെടുത്തു എന്നുള്ളത് കൊണ്ട് അത് ശാശ്വതമായി ശരിയാണെന്നൊന്നും വിശ്വസിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഞങ്ങളുടെ മുൻ അനുഭവം അതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് CBI അന്വേഷണത്തിന്റെ ഇത് ആവശ്യം അതിപ്പോഴും നിലനിൽക്കുകയാണ്, അത് അനിവാര്യമാണ്. എന്താ കാരണം? ഇതേ ഹൈക്കോടതി തന്നെ, ഇതേ ഡിവിഷൻ ബെഞ്ച് തന്നെ, ഇതേ ദേവസ്വം ബെഞ്ച് തന്നെ, ഇത് ഈ കേസ് മോണിറ്റർ ചെയ്യുന്ന ബെഞ്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ദുരൂഹമായ ഒരുപാട് കാര്യങ്ങൾ. ഈ കപൂറിന്റെ കാര്യമൊക്കെ ആരാ പറഞ്ഞത്? ഹൈക്കോടതിയല്ലേ. ഈ SIT ആ അന്വേഷണത്തിലേക്ക് പോയോ? പുരാവസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഇതിന് അന്വേഷണം വേണം എന്ന് പറഞ്ഞിട്ട് ആ അന്വേഷണത്തിലേക്ക് SIT പോയോ? അതിനെക്കുറിച്ച് ഹൈക്കോടതി എന്തെങ്കിലും മിണ്ടിയോ? ഇപ്പോ ഈ ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന സമയത്ത് SIT വല്ലതും മിണ്ടിയോ? ഹൈക്കോടതി വല്ലതും മിണ്ടിയോ? ഇല്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് ലാപ്സസ് ഉണ്ട്. പക്ഷെ ഹൈക്കോടതിക്ക് ഞാനൊരു കാര്യം പറയാൻ ജയേന്ദ്രൻ സാർ, ഹൈക്കോടതിക്ക് SITയെ പൂർണ്ണമായും അംഗീകരിച്ചേ പറ്റൂ, അവരെ പുറത്തു തട്ടി അഭിനന്ദിച്ചേ പറ്റൂ. കാരണം ഇത് ഹൈക്കോടതിയുടെ കുഞ്ഞാണ്, ഹൈക്കോടതി നിശ്ചയിച്ച കുഞ്ഞാണ്. ഈ കുഞ്ഞിനെ തള്ളി പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ കുഞ്ഞിന്റെ പുറത്തു തട്ടി നിങ്ങൾ ഹായ് വെൽ ഡൺ എന്ന് പറഞ്ഞേ പറ്റൂ. കാരണം ഹൈക്കോടതി സ്വമേധയാ നിശ്ചയിച്ചതാണ് ഈ SITയിലെ പ്യൂണിനെ വരെ, SITയുടെ മുഴുവൻ സംഘത്തെ നിശ്ചയിച്ചത് ഹൈക്കോടതിയാണ്, ഈ ഡിവിഷൻ ബെഞ്ചാണ്. അവർക്ക് സ്വന്തം കുഞ്ഞിനെ തള്ളി പറയാനാവില്ല ജയേന്ദ്രൻ സർ. അതുകൊണ്ടാണ് ഈ മറ്റ് ഹൈക്കോടതിയുടെ മറ്റ് ബെഞ്ചും ഒക്കെ രൂക്ഷമായി ഈ അന്വേഷണ സംഘത്തെ വിമർശിക്കുമ്പോഴും ഈ ദേവസ്വം ബെഞ്ചിന് ഇത്രയും ലാപ്സസ് ഈ SITയുടെ അന്വേഷണത്തിൽ കാണുമ്പോഴും പുറത്തു തട്ടി അഭിനന്ദിക്കേണ്ടി വരുന്നത് അവരുടെ സ്വന്തം കുഞ്ഞായതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ അന്വേഷണത്തെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി രോഹിണി ഞാൻ പറയാം. ഈ രണ്ടു കൂട്ടരും പറയുമ്പോൾ നമുക്ക് വളരെ വ്യക്തമാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരു കൊള്ള സംഘത്തിന്റെ നേതാവ്, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, ഇവരാണ് ഒരു മാഫിയ സംഘമായിട്ട് സന്നിധാനത്ത് പ്രവർത്തിച്ചത്. ഇവരുമായിട്ട് ആർക്കൊക്കെ ബന്ധമുണ്ട്? ഇവരുമായിട്ട് രണ്ടു കൂട്ടർക്കും ബന്ധമുണ്ട്. കോൺഗ്രസുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ദേവസ്വം ബോർഡ് ഭരിച്ച ഈ രണ്ടു കൂട്ടർക്കും ചേർന്നുകൊണ്ടാണ് ഈ കൊള്ള മുഴുവൻ നടത്തിയതെന്നാണ് വ്യക്തമാകുന്നത്. ഇവര് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിനാണ് അടൂർ പ്രകാശുമായി ബന്ധമുണ്ടാക്കിയത്? ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിനാണ് ആന്റോ ആന്റണിയുമായി ബന്ധമുണ്ടാക്കിയത്? ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിനാണ് കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധമുണ്ടാക്കിയത്? ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിനാണ് അടൂർ പ്രകാശിനെയും കൊണ്ട് സോണിയാഗാന്ധിയെ പോയി കണ്ടത്? എന്തിനായിരുന്നു? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൊള്ളയ്ക്ക് ഇവരെല്ലാം കൂട്ടുനിന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊള്ള നടത്താൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾക്ക് ഈ പറയുന്ന കുറുവാ സംഘം കൂട്ടുനിന്നു എന്ന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ബോധ്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പുറമേക്ക് ഈ എതിർപ്പുകളും പുറമേക്ക് ഈ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പറയുമെങ്കിലും രണ്ടു കൂട്ടരും എങ്ങനെയെങ്കിലും ഈ കേസ് ഒത്തുതീർപ്പാക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് പോണത്. അവർക്കാർക്കും ഇതിനോട് യാതൊരു ആത്മാർത്ഥതയും ഇല്ല എന്നുള്ള സത്യമാണ് ഈ വൈകിയ വേളയിൽ നമുക്ക് വ്യക്തമാവുന്നത് രോഹിണി.